കേരളത്തിൻ്റെ തലവര തന്നെ മാറ്റിയെടുക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 10 പ്രൊജക്റ്റുകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ലോകത്തിലെ തന്നെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലെയും വിവിധ കമ്പനികളുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലെല്ലാം മലയാളികളുണ്ട്. എല്ലാ രാജ്യങ്ങളിലെയും പല ബിസിനസ് സ്ഥാപനങ്ങളും നിർമ്മാണ സ്ഥാപനങ്ങളും മലയാളികളുടേതാണ്. എല്ലാ തൊഴിൽ മേഖലയിലും മലയാളി തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച് കയ്യടി നേടിയിട്ടുമുണ്ട്. അതായത് ലോകത്തിന് തന്നെ മാനവ വിഭവശേഷി സംഭാവന ചെയ്യുന്ന നാടാണ് കേരളം. 44 നദികളും 11-ൽ കൂടുതൽ കായലുകളും തടാകങ്ങളും നീണ്ടുകിടക്കുന്ന സമുദ്രതീരവും പർവ്വതങ്ങളും വനങ്ങളും ഹൈറേഞ്ചും തുടങ്ങി നിരവധി പ്രകൃതി വിഭവങ്ങളും നിറഞ്ഞ നാട്. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കാലാവസ്ഥകളിൽ നിന്നുള്ള ഓരോ ജില്ലകളിലും ലോകത്തെ ആകർഷിക്കുന്ന എന്തെങ്കിലും പ്രത്യേകതകളുള്ള അനന്തമായ ടൂറിസം സാധ്യതയുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ കഴിവും ശക്തിയും പ്രയോജനപ്പെടുത്താൻ കാലങ്ങളായി ഈ നാട് മാറി മാറി ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭരണകർത്താക്കൾക്കും കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു നഗ്ന സത്യമാണ്. രാജ്യത്തെ തന്നെ ആദ്യത്തെ ടെക്നോ പാർക്ക് തുടങ്ങിയത് കേരളത്തിലാണ്. പക്ഷേ ഇന്ന് രാജ്യത്തെ IT രംഗത്ത് കേരളം ആദ്യ 10 സ്ഥാനത്ത് പോലുമില്ല. തെലങ്കാനയും കർണാടകയും ഗുജറാത്തും ഉത്തർപ്രദേശും തുടങ്ങി കുഞ്ഞൻ ഹരിയാന വരെയും കേരളത്തെ ബഹുദൂരം പിന്നിലാക്കി മുന്നോട്ട് പോകുന്നു. പഴയ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ വിഴിഞ്ഞവും ആലപ്പുഴയും കോഴിക്കോടും ഉൾപ്പെടെ തുറമുഖങ്ങളും മാമാങ്കമെന്ന അന്താരാഷ്ട്ര വ്യാപാര മഹോത്സവമൊക്കെ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന കേരളത്തിന് എന്നും ഇങ്ങനെ ചെകുത്താന്മാർക്ക് വേണ്ടി തലകുനിച്ച് നിൽക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. നാളെ ലോകത്തിന് മുന്നിൽ തലയെടുപ്പോടെ കേരളത്തെ നിവർത്തി നിർത്താൻ സഹായിക്കുന്ന പല പ്രൊജക്റ്റുകളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ കേരളത്തിൽ ഇന്ന് പണിപ്പുരയിലാണ്. ലോകത്തിലെ എല്ലാവരും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട നാടായി കേരളത്തെ മാറ്റിയെടുക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രയുടെ ലക്ഷ്യം ഒരു തീരുമാനമാണ് എന്നുറപ്പിക്കുന്നതാണ് അടുത്ത 2 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നത്. ഓരോന്നോരോന്നായി വിശദമായി നമുക്ക് നോക്കാം. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ കൂടെ ജോലി ചെയ്യുന്ന നിരവധി ആളുകൾ കേരളത്തിലേക്ക് വരണമെന്നും കാണണമെന്നും ആഗ്രഹം പറയാറുണ്ട്. പക്ഷേ അവരുടെ കൂട്ടുകാരിൽ പലരും ഒരിക്കൽ പോയി വന്ന ശേഷം പറഞ്ഞ ഒരു പരാതിയാണ് കൂടുതൽ പേരെയും കേരളത്തിലേക്ക് വരുന്നതിൽ നിന്ന് വിലക്കുന്നത്. അത് രൂക്ഷമായ ട്രാഫിക് ബ്ലോക്കും കുഴികൾ നിറഞ്ഞ റോഡുകളും തന്നെയാണ്. ഒപ്പം ട്രാഫിക് സംസ്കാരം ലെവലേശമില്ലാത്ത മലയാളികളുടെ വൃത്തികെട്ട ഡ്രൈവിങ്ങും. ട്രാഫിക് കുരുക്കുകളും സിഗ്നലുകളും മാത്രമല്ല, ഇടത്തേക്കോ വലത്തേക്കോ തിരിയാൻ പ്രത്യേക ട്രാക്കോ, ചരക്ക് വാഹനങ്ങളും പബ്ലിക് ട്രാൻസ്പോർട്ടും സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ബൈക്കുകളും എല്ലാം കൂടി 2 ട്രാക്കിൽ 3 വരികളായി പോകുന്ന ഈ നാട്ടിൽ 6 വരി പാതകൾക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയും. തിരക്കേറിയ നഗരങ്ങളിൽ പോലും ഓരോ 100 മീറ്റർ ഇടവിട്ട് മീഡിയനിൽ വിടവ് നൽകി വലത്തോട്ട് തിരിയാൻ അവസരം നൽകുന്ന ഈ നാട്ടിൽ 2 ട്രാക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന KSRTC ഡ്രൈവർമാരും ബസ് ബേ ഉണ്ടെങ്കിൽ പോലും ഇടതുവശത്തേക്ക് ഒതുക്കി നിർത്താതെ റോഡിൽ തന്നെ ഓരോ ജംഗ്ഷനിലും നിർത്തി പോകുന്ന സ്വകാര്യ ബസ്സുകളും കേരളത്തിലെ റോഡുകളെ ലോകത്തിലെ തന്നെ ഏറ്റവും മോശം റോഡുകളിലൊന്നാക്കി മാറ്റുന്നു. 2025-26 കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം കാസർഗോഡ് മുതൽ കളിയിക്കാവള വരെയുള്ള സിഗ്നലുകൾ പോലുമില്ലാത്ത 6 വരി ദേശീയപാത ഉൾപ്പെടെ കേരളത്തിൻ്റെ ജീവനാഡിയാകാൻ പോകുന്ന ദേശീയപാത സർക്യൂട്ടുകൾ തന്നെയാണ്. 2014 പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 1963 കിലോമീറ്റർ ദേശീയപാതകളായിരുന്നു. ഇന്നത് 2603 കിലോമീറ്ററാണ്. അതിനുവേണ്ടി മാത്രം കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിച്ചത് 65,353 കോടി രൂപയാണ്. കേരളത്തിൽ നിലവിൽ നിർമ്മാണം നടക്കുന്നത് 20 ദേശീയപാത പദ്ധതികളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദേശീയപാത 66-ൻ്റെ 563 കിലോമീറ്റർ നിർമ്മാണം നടക്കുന്ന 6 വരി പാതയാണ്. 56,025 കോടി രൂപയാണ് ഈ ദേശീയപാത 66 വേണ്ടി മാത്രം കേന്ദ്ര ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. അതിൽ തലശ്ശേരി മാഹി, കാസർഗോഡ് നീലേശ്വരം, പാലൊളി കോഴിക്കോട്, ഇടപ്പള്ളി അരൂർ, കഴക്കൂട്ടം കളിയിക്കാവള ഉൾപ്പെടെ 128 കിലോമീറ്റർ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. 5,000 കോടി രൂപയാണ് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ റോഡുകൾക്ക് മാത്രം വന്ന ചെലവ്. ദേശീയപാത 66-ലെ 563 കിലോമീറ്ററിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, ആലപ്പുഴ, ഇടപ്പള്ളി, കോഴിക്കോട്, തളിപ്പറമ്പ്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 10 ഗ്രീൻഫീൽഡ് ബൈപ്പാസുകളും കൂടി ഉൾപ്പെടുന്നു. നിലവിൽ 16 മുതൽ 20 മണിക്കൂർ വരെ എടുക്കുന്ന തിരുവനന്തപുരം കാസർഗോഡ് റോഡ് യാത്ര ഈ പദ്ധതി പൂർത്തിയായി കഴിയുമ്പോൾ അടുത്ത വർഷം മുതൽ വെറും 7 മണിക്കൂറിൽ താഴെ മാത്രം സമയം മതിയാകും. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ 6 വരി മേൽപ്പാലമായ തുറവൂർ ഇടപ്പള്ളി മേൽപ്പാലവും ഈ റോഡിൻ്റെ ഭാഗമാണ്. അതിനെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണ പുരോഗതിയെക്കുറിച്ചും നേരത്തെ ചെയ്ത വീഡിയോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദേശീയപാതകൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രൊജക്റ്റാണ് കൊച്ചി മൂന്നാർ ദേശീയപാതയിൽ 124 കിലോമീറ്റർ നിർമ്മാണം. 1260 കോടി രൂപയാണ് ഇതിൻ്റെ ചെലവ്. അതിൽ മൂന്നാർ ബോഡിമെട്ട് റോഡ്,
പദ്ധതി നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇതുകൂടാതെ 62 കിലോമീറ്റർ 1082 കോടി രൂപ മുടക്കി 3 റോഡുകൾ കൂടി കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് 8 പ്രൊജക്റ്റുകളാണ്. 181 കിലോമീറ്റർ നീളത്തിൽ 491 കോടി രൂപയാണ് അതിൻ്റെ മാത്രം പദ്ധതി ചെലവ്. അംഗീകാരം നൽകി ഉടൻ നിർമ്മാണം തുടങ്ങാൻ പോകുന്നത് 461 കിലോമീറ്റർ നീളമുള്ള 7 പുതിയ പദ്ധതികളാണ്. 8561 കോടി രൂപയാണ് ഈ 7 പദ്ധതികൾക്കായി നീക്കിവച്ചിരിക്കുന്ന നിർമ്മാണ ചെലവ്. പാലക്കാട് കോഴിക്കോട് 101 കിലോമീറ്റർ ഗ്രീൻഫീൽഡ് ദേശീയപാതയ്ക്കായി കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകിയിരിക്കുന്നത് 10,814 കോടി രൂപയ്ക്കാണ്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് എന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനായി 63 കിലോമീറ്റർ റോഡിനായി കേന്ദ്രം ചെലവഴിക്കുന്നത് 4,767 കോടി രൂപയാണ്. കൂടാതെ കേരളത്തിലെ ദേശീയപാതകളിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന 15 സ്പോട്ടുകൾ പ്രത്യേകം കണ്ടെത്തി അവയെ ബ്ലാക്ക് സ്പോട്ടുകളാക്കി നിശ്ചയിച്ച് അവിടെ റോഡ് ഓവർബ്രിഡ്ജ് അല്ലെങ്കിൽ അണ്ടർപാസുകൾ നിർമ്മിക്കാൻ ചെലവഴിക്കുന്നത് 630 കോടി രൂപയാണ്. തിരുവനന്തപുരം മുതൽ കൊട്ടാരക്കര വഴി അങ്കമാലിക്കുള്ള പുതിയ ദേശീയപാതയ്ക്കും കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെയാണ് കേന്ദ്രം സംസ്ഥാന റോഡുകൾക്കായി നൽകുന്ന സെൻട്രൽ റോഡ് ഫണ്ട് 680 കിലോമീറ്റർ റോഡുകൾക്ക് 10,134 കോടി രൂപ കൂടി നൽകിയത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ദേശീയപാതയ്ക്ക് ഇരുവശവും വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ അതിരൂക്ഷമായ പണച്ചെലവ് കാരണം കേരളം ദേശീയപാതയ്ക്ക് ആവശ്യമുള്ള സ്ഥലം ഏറ്റെടുക്കലിൻ്റെ ചിലവിൻ്റെ 25% വഹിക്കണം എന്നുള്ള കേന്ദ്ര നിർദ്ദേശം കാരണം ഏതാണ്ട് 5,000 കോടി രൂപ സംസ്ഥാനത്തിൻ്റെ വിഹിതമായി കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ തത്തുല്യമായ തുക കേരളത്തിനുള്ള GST വിഹിതത്തിൽ നിന്നും കേന്ദ്രം കുറവ് വരുത്തിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ കേന്ദ്രം ചെലവഴിക്കുന്ന ആകെ ദേശീയപാത പദ്ധതികളുടെ ചിലവ് എന്നത് 1.5 ലക്ഷം കോടി രൂപയാണ് എന്ന വസ്തുത മറച്ചുവെച്ചിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികൾ ഇതെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. കേരളം മാത്രമല്ല, പഞ്ചാബും ഹരിയാനയും കർണാടകയും അടക്കം പല സംസ്ഥാനങ്ങളും ഭൂമി ഏറ്റെടുക്കലിനുള്ള ചിലവിൻ്റെ 25 അല്ലെങ്കിൽ 30% മുതൽ 50% വരെ വിഹിതം നൽകിയിട്ടുണ്ട്. കൂടാതെ കേരള സർക്കാർ വിഭാവനം ചെയ്യുന്ന മലയോര ഹൈവേക്കും തീരദേശ ഹൈവേക്കും കേന്ദ്ര ഗവൺമെൻറ് ഗ്രാൻഡായും ലോണായും വിഹിതം നൽകുന്നുണ്ട്. കേരളത്തിൻ്റെ ഗതി മാറ്റാൻ പോകുന്ന രണ്ടാമത്തെ പ്രൊജക്റ്റ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ തുറമുഖം തന്നെയാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് റെയിൽ കണക്ടിവിറ്റിയും ഔട്ടർ റിംഗ് റോഡും പൂർത്തിയായി കഴിയുമ്പോൾ ദേശീയപാതകളിൽ ചരക്ക് വാഹനങ്ങളുടെ വലിയ തിരക്കുണ്ടാകുന്നതുകൊണ്ട് അതൊഴിവാക്കാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന ചരക്കുപാതയാണ് കേരളത്തിൻ്റെ തലവര മാറ്റാൻ പോകുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞയാഴ്ച കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ച അങ്കമാലി എരുമേലി ശബരി പാതയും അത് വിഴിഞ്ഞം വരെയുള്ള നീട്ടലുമാണ് കേരളത്തിൻ്റെ തലവര തന്നെ മാറ്റാൻ പോകുന്നത്. കേരള സർക്കാർ കൃത്യമായി ഇടപെട്ട് സ്ഥലം ഏറ്റെടുത്ത് നൽകുകയും ഒപ്പം സംസ്ഥാന വിഹിതം കണ്ടെത്തി നൽകാനും തയ്യാറായാൽ വിഴിഞ്ഞം എരുമേലി അങ്കമാലി ശബരി റെയിൽപാത യാഥാർത്ഥ്യമാകും. വന്ദേ ഭാരത് ഉൾപ്പെടെ ഇന്ത്യൻ റെയിൽവേക്ക് മികച്ച വരുമാനം നൽകുന്ന കേരളത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നടത്താൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട 4ാമത്തെ പദ്ധതി. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റാൻ പോകും വിധം മുഖം മിനുക്കുന്ന കൊല്ലം, എറണാകുളം, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനുകളാണ് അതിൽ പ്രധാനപ്പെട്ടത്. അതുകൂടാതെ കേരളത്തിലെ പ്രധാനപ്പെട്ട 35 റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ വാരം പ്രഖ്യാപിച്ചിരിക്കുന്നു. എയർപോർട്ടുകളുടെ നിലവാരത്തിലാണ് കൊല്ലം, എറണാകുളം, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനുകൾ 1059 കോടി രൂപ മുടക്കി കേന്ദ്ര ഗവൺമെൻറ് നിർമ്മിക്കുന്നത്. കേരളത്തിൻ്റെ മുഖം മിനുക്കാൻ പോകുന്ന 5ാമത്തെ പദ്ധതി വിവിധ മെട്രോ പ്രൊജക്റ്റുകളാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സർവീസ് തുടങ്ങിയ കൊച്ചിയിലെ മെട്രോ റെയിൽവേയുടെ 2ാം ഘട്ടം കൂടി പൂർത്തിയാകുമ്പോൾ കൊച്ചി ഇനി പഴയ കൊച്ചി ആയിരിക്കില്ല എന്നുറപ്പാണ്. അതിനോടൊപ്പം തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ സർവീസുകൾ കൂടി എത്തുമ്പോൾ ജനസാന്ദ്രത കൂടിയ നഗരത്തിൻ്റെ തിരക്കുകൾക്ക് ഒരു പരിഹാരവും ഒപ്പം വ്യവസായ സാധ്യതകളും ടൂറിസം സാധ്യതകളും കേരളത്തിൽ വളരുകയും ചെയ്യും. 14 കിലോമീറ്റർ നീളമുള്ള കോഴിക്കോട് ലൈറ്റ് മെട്രോയ്ക്ക് 3000-ലധികം കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജംഗ്ഷനിൽ തുടങ്ങി നഗരം ചുറ്റി തിരികെ വരുന്ന കോഴിക്കോട് ലൈറ്റ് മെട്രോ സർവീസിന് 14 സ്റ്റേഷനുകളാണ് ഉണ്ടാവുക. തിരുവനന്തപുരം ലൈറ്റ് മെട്രോ 21 കിലോമീറ്റർ ദൂരത്തിലാണ് നിർമ്മിക്കാൻ പോകുന്നത്. ടെക്നോ പാർക്ക് മുതൽ കരമന വരെ 19 റെയിൽവേ സ്റ്റേഷനുകൾ. മണിക്കൂറിൽ 80 കിലോമീറ്റർ എന്ന നിലയിലായിരിക്കും ലൈറ്റ് മെട്രോയുടെ വേഗത. നിലവിൽ സർവേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോജക്റ്റിൻ്റെ ചെലവ് 4,218 കോടി രൂപയാണ്. അധികം വൈകാതെ വന്ദേ മെട്രോ സർവീസുകളും ആധുനിക അമൃത് ഭാരത്, നമോ ഭാരത് ട്രെയിൻ സർവീസുകളും കൂടി കേരളത്തിലെത്തുമ്പോൾ ലോകത്തിൻ്റെ തന്നെ ടൂറിസം ശ്രദ്ധാകേന്ദ്രമായി കേരളം കൂടുതൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ പോവുകയാണ്. കേരളത്തിലെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന 6ാമത്തെ പദ്ധതിയും കേന്ദ്രത്തിൻ്റെ സംഭാവന തന്നെയാണ്. വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി പാലക്കാട് നിർമ്മിക്കാൻ പോകുന്ന വ്യാവസായിക പാർക്ക്. नेक्स्ट इज पलक्काड केरला. ये 1710 एकर्स का है. इसमें भी 51,000 एम्प्लॉयमेंट का पोटेंशियल है. മെഡിക്കൽ, കെമിക്കൽ, ബൊട്ടാണിക്കൽ ഉൽപ്പന്നങ്ങൾ, ഹൈടെക് ഇൻഡസ്ട്രി, അലോഹ ധാതു ഉൽപ്പന്നങ്ങൾ, ഫാബ്രിക്കേറ്റഡ് മെറ്റൽ ഉൽപ്പന്നങ്ങൾ, റബ്ബർ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ,
യന്ത്രോപകരണങ്ങൾ എന്നീ മേഖലകളിലാകും പാലക്കാട് വ്യവസായ നഗരം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 1710 ഏക്കറിൽ ഒരുങ്ങുന്ന വ്യാവസായിക നഗരത്തിന്റെ ആകെ മുതൽ മുടക്ക് 3806 കോടി രൂപയെന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇത് പൂർത്തിയാകുമ്പോൾ 8729 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. നിലവിലുള്ള ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴിയുടെ തുടർച്ച എന്ന നിലയിലാണ് പാലക്കാടിന് അംഗീകാരം ലഭിച്ചത്. 12 വ്യവസായ ഹബ്ബുകളിൽ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കുള്ള രണ്ടാമത്തെ സ്ഥലം കൂടിയാണ് പാലക്കാട്. കേരളത്തെ ആധുനികവൽക്കരിക്കാൻ പോകുന്ന 7ാമത്തെ പ്രോജക്റ്റാണ് കൊച്ചി ബ്ലിസ് സിറ്റി പ്രോജക്റ്റ്. എറണാകുളം കാക്കനാട് മെട്രോ സ്റ്റേഷനോട് ചേർന്ന മേഖലയിലാണ് ബ്ലിസ് സിറ്റി പ്രോജക്റ്റിനുള്ള 32 ഏക്കർ സ്ഥലം കേരള ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്നത്. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷനാണ് ബ്ലിസ് സിറ്റി നിർമ്മിക്കാൻ പോകുന്നത്. PPP മോഡലിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന ഈ സ്മാർട്ട് നഗരത്തിൽ 5000 മുതൽ 8000 കോടി രൂപ വരെയുള്ള നിക്ഷേപമാണ് കേരള ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ തന്നെ നിർമ്മിക്കാൻ പോകുന്ന ഗിഫ്റ്റ് സിറ്റി എന്ന ഫിനാൻഷ്യൽ ഹബ്ബാണ് കേരളം സ്വപ്നം കാണുന്ന 8ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്റ്റ്. ആലുവയിൽ 220 ഏക്കർ ഭൂമിയാണ് ഈ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ട്രേഡ് ഹബ്ബായി ഗിഫ്റ്റ് സിറ്റി വിഭാവനം ചെയ്തിരിക്കുന്നത്. 50,000 മുതൽ 1,00,000 യുവാക്കൾക്ക് തൊഴിലവസരം നൽകാൻ പോകുന്ന ഈ പ്രൊജക്റ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും ഒപ്പം സ്വകാര്യ സംരംഭകരുടെയും സഹകരണത്തോടെയാണ് നിർമ്മിക്കാൻ പോകുന്നത്. കൊച്ചിയുടെ എല്ലാ വ്യവസായ സാധ്യതയും ഉപയോഗപ്പെടുത്തുന്ന ട്രേഡ് ഹബ്ബായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗിഫ്റ്റ് സിറ്റി 1,00,000 കോടി രൂപ വാർഷിക വരുമാനം സംസ്ഥാനത്തിന് നേടിത്തരുമെന്നാണ് കേരളം സ്വപ്നം കാണുന്നത്. രാജ്യത്ത് തന്നെ ആദ്യമായി തുടങ്ങിയ തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ വിപുലീകരണമാണ് കേരളത്തിൻ്റെ 9ാമത്തെ ഏറ്റവും വലിയ സ്വപ്നം. നിലവിൽ കേരളത്തിന് സർവീസ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം നൽകുന്ന ടെക്നോ പാർക്കിൻ്റെ 4ാം ഘട്ടത്തിൻ്റെ നിർമ്മാണം കൂടി പൂർത്തിയാകുമ്പോൾ ലോകത്ത് തന്നെ പ്രധാനപ്പെട്ട എല്ലാ കമ്പനികൾക്കും തലസ്ഥാനത്ത് ഓഫീസ് ഉണ്ടാകുമെന്നും അതിൽ നിന്ന് വലിയൊരു വരുമാനവും നിരവധി തൊഴിലവസരവും കേരളം പ്രതീക്ഷിക്കുന്നു. IT ഹബിനോട് ചേർന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഹോട്ടൽ ടൂറിസം രംഗത്തിനും സ്വാഭാവികമായി പുരോഗതി ഉണ്ടാകുമെന്നതും ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് കേരളത്തിന് നൽകുന്ന പ്രതീക്ഷയാണ്. വിഴിഞ്ഞവും ട്രിവാൻഡ്രം എയർപോർട്ടും രാജ്യത്തെ ഏറ്റവും വലിയ ധനിക വ്യവസായിയായ അദാനിയാണ് നടത്തുന്നത് എന്നതും തലസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് പറന്നുയരാൻ കൂടുതൽ ചിറകുകൾ നൽകുന്നു. 10ാമതായി കേരളം പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന പ്രൊജക്റ്റ് എന്നത് കെറയിൽ എന്നറിയപ്പെടുന്ന സിൽവർ ലൈൻ ഹൈസ്പീഡ് റെയിൽ പ്രൊജക്റ്റ് തന്നെയാണ്. ദേശീയപാതയും മലയോര ഹൈവേയും വരാൻ പോകുന്ന തീരദേശ റോഡും നിലവിലെ റെയിൽ കണക്ടിവിറ്റിയും ഉണ്ടെങ്കിലും ഹൈസ്പീഡ് റെയിൽവേ ലൈൻ കേരളത്തിൻ്റെ വികസന കുതിപ്പിന് അത്യാവശ്യം തന്നെയാണ്. നരേന്ദ്രമോദിയും നിതിൻ ഗഡ്കരിയും അശ്വിനി വൈഷ്ണവും നയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സിൽവർ ലൈൻ എന്ന പദ്ധതിക്ക് ഒരിക്കലും പൂർണ്ണമായി എതിരല്ല എന്നുള്ളതാണ് വസ്തുത. ഏതാണ്ട് 1,00,000 കോടി രൂപയിലധികം ചെലവ് വരുന്ന സിൽവർ ലൈൻ പ്രൊജക്റ്റ് തനിച്ച് പൂർത്തിയാക്കാനുള്ള പണവും കേരളത്തിനില്ല എന്നതും കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടെ വായ്പയെടുത്ത് പദ്ധതി പൂർത്തിയാക്കിയാലും ഉടനെയൊന്നും ലാഭകരമാക്കി തിരികെ അടയ്ക്കാനും കഴിവുള്ള ഭരണനേതൃത്വം കേരളത്തിനില്ല എന്നതുമാണ് കേന്ദ്രത്തെ ഈ പദ്ധതിക്ക് എതിരാക്കി നിർത്തുന്നത്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെ 3ാമതൊരു റെയിൽവേ ട്രാക്കും വന്ദേ ഭാരത് പോലെയുള്ള ഹൈസ്പീഡ് ട്രെയിനുകൾക്ക് മാത്രമായി 4ാമതൊരു പാതയും കേരളത്തിൽ നിർമ്മിക്കണം എന്നാഗ്രഹിക്കുന്ന കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് സിൽവർ ലൈൻ അതിൻ്റെ ഭാഗമാക്കി നിർമ്മിക്കുന്നതിന് സമ്മതം തന്നെയാണ്. ഒപ്പം അത് കന്യാകുമാരി മുതൽ മംഗലാപുരം വരെ നീട്ടണമെന്നും മറ്റ് ട്രെയിനുകൾക്ക് കൂടി പോകാൻ കഴിയുന്ന തരത്തിലായിരിക്കണം അതിൻ്റെ ഗേജ് അലൈൻമെൻറ്റ് എന്നതുമാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നത്. എന്നാൽ കേരളം സ്വപ്നം കാണുന്നത് കേരളത്തിൻ്റെ സ്വന്തം ട്രെയിൻ മാത്രം ഓടിക്കാൻ കഴിയുന്ന, കേരളത്തിനുള്ളിൽ മാത്രം സർവീസ് നടത്താൻ കഴിയുന്ന പുതിയൊരു പാത എന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഈ വൈരുദ്ധ്യമാണ് പദ്ധതി മുന്നോട്ട് പോകുന്നതിനുള്ള ഒരേയൊരു തടസ്സം. സ്വന്തമായി പദ്ധതി പൂർത്തിയാക്കാൻ കയ്യിൽ പണമില്ലാത്ത കേരളം ഉറപ്പായും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങി പുതിയ പാത നിർമ്മിക്കാനും അതിലൂടെ സിൽവർ ലൈൻ എന്ന ഹൈസ്പീഡ് ട്രെയിൻ സർവീസ് നടത്താനുമാണ് സാധ്യത. കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ കഴിയുന്നത് ടൂറിസത്തിന് തന്നെയാണ്. അതും ഉൾനാടൻ ജലഗതാഗത ടൂറിസത്തിനാണ് അന്താരാഷ്ട്ര തലത്തിൽ എപ്പോഴും പ്രിയം. അതുകൊണ്ട് തന്നെ എല്ലാ പാർട്ടികളും വെറുതെ വാഗ്ദാനം നൽകി പോകുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജലഗതാഗത പാത പൂർത്തിയാക്കി സർവീസ് നടത്താനും വിവിധ രാജ്യങ്ങളിലേക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങാനും കഴിഞ്ഞാൽ കേരളത്തിന് ഇനിയും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയും. പക്ഷേ എത്രയൊക്കെ വലിയ ബിസിനസ് സാധ്യതകൾ കേരളത്തിലുണ്ടായാലും മലയാളിയുടെ മനോഭാവം കൂടി മാറേണ്ടതുണ്ട്. 2 നേരവും കുളിക്കുന്ന സ്വഭാവമുള്ള മലയാളി തൻ്റെ പരിസരവും കൂടി ശുചിയായി സൂക്ഷിക്കാൻ തയ്യാറാകണം. റോഡിൽ മുറുക്കാൻ തുപ്പിവെക്കുന്നതിന് ഉത്തരേന്ത്യക്കാരെ കുറ്റം പറയുന്ന മലയാളി ചുറ്റുമൊന്ന് കണ്ണോടിക്കണം. സ്വയം എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കൂടി ചിന്തിച്ച് വേണ്ട തിരുത്തൽ വരുത്തണം. റോഡിലേക്കും കനാലിലേക്കും ജലാശയങ്ങളിലേക്കും ചപ്പുചവറുകളും ഭക്ഷണ സാധനങ്ങളും മാലിന്യങ്ങളും മദ്യക്കുപ്പികളും വലിച്ചെറിയുന്ന മലയാളിയും അത് യഥാവിധി ശേഖരിക്കാനും സംസ്കരിക്കാനും സൗകര്യമൊരുക്കാത്ത സംസ്ഥാന ഭരണകൂടവും ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥയും വായുവും ഇപ്പോഴുമുള്ള ഈ നാടിനോട് ഒരേപോലെ തെറ്റ് ചെയ്യുന്നവരാണ്. ഒപ്പം ആദ്യം പറഞ്ഞ മലയാളിയുടെ ട്രാഫിക് സംസ്കാരവും കൂടി പാലിക്കാൻ തയ്യാറായാൽ കേരളത്തെ കാത്തിരിക്കുന്നത് വലിയ നേട്ടങ്ങളാണ്.